നമസ്കാരം. 2025 മാർച്ച് 2 മുതൽ ഏപ്രിൽ 13 വരെ ശുക്രൻ മീനം രാശിയിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ശുക്രൻ സ്വന്തം ഉച്ചരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതായത് സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ ഒക്കെ കാരകഗ്രഹമായിട്ടുള്ള ധനത്തിൻ്റെ, നമ്മുടെ ലിക്വിഡ് മണിയുടെ ഒക്കെ കാരകഗ്രഹമായിട്ടുള്ള ശുക്രൻ ഉച്ചരാശിയിൽ വക്രഗതിയിൽ, ആഴത്തിൻ്റെ രാശിയിൽ, മോക്ഷരാശിയിൽ, സ്വപ്നങ്ങളുടെ രാശിയിൽ, ഭക്തിയുടെ രാശിയിൽ ഒക്കെ ഗോചരം ചെയ്യുമ്പോൾ അത് വളരെ പ്രത്യേകതയുള്ളതാകുന്നു. അപ്പോൾ മാർച്ച് അവസാനത്തോടു കൂടി ശനി കൂടി ഈ ഒരു ഗോചരത്തിൽ ചേരുന്നതാണ്. ഈ ഒരു വക്രഗതി നടക്കുമ്പോൾ രാഹു കൂടി മീനത്തിൽ ഗോചരം ചെയ്യുന്നുണ്ടെന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ശുക്രൻ എന്നത് റിലേഷൻഷിപ്പിൻ്റെ ഒരു കാരകഗ്രഹമായതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിക്കാനുള്ളൊരു സമയം തരും. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ധനപരമായിട്ടുള്ള കാര്യങ്ങളെയും കൂടാതെ ഭക്തിയെയും നിങ്ങളുടെ ആരാധനയെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ, കൂടാതെ ആരോഗ്യം എന്നൊരു കാര്യം, സന്താന ഉൽപ്പത്തി എന്നൊരു കാര്യം, ഇങ്ങനെയുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി എന്നൊരു കാര്യത്തെയൊക്കെ സ്വാധീനിക്കുന്നതാണ് ഈ ഒരു ഗോചരം എന്നത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ ജാതകത്തിൽ ഏത് അന്തർദശാകാലമാണ്, ദശാനാഥനിൽ നിന്ന് എവിടെയാണ് ഈ ശുക്രൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഫലം വരുന്നത്. അപ്പോൾ നമുക്ക് ജനറലി ശുക്രൻ എന്നൊരു ഗ്രഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാമെന്നത്, അപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞ് പരിഹരിക്കാനുള്ള സമയമാണ്. ചിലർക്ക് റിലേഷൻഷിപ്പിൽ ഇത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരുന്ന സമയമായിരിക്കാം. അതായത് ഒരുപാട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തു, നിങ്ങൾ ഒരുപാട് സമർപ്പണ മനോഭാവത്തോട് കൂടിയിരുന്നു, ഒരുപാട് കൊടുത്തു നിങ്ങൾ. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയമാണ്. അതായത് ഉച്ചരാശിയിലിരിക്കുന്ന ശുക്രൻ നിങ്ങളെ ചിന്തിപ്പിക്കും, എന്തിന് ഈ ബന്ധത്തിൽ തുടരണമെന്നത്. അതൊരു പ്രണയമാകാം, വിവാഹബന്ധമാകാം. അപ്പോൾ നിങ്ങളുടെ ദശാകാലത്തിനനുസരിച്ചിട്ട് ആ ഒരു വ്യക്തിബന്ധത്തെപ്പറ്റി, പ്രണയബന്ധത്തെപ്പറ്റി നിങ്ങൾ ഒന്ന് ചിന്തിക്കുന്നതായിരിക്കും, ഇതിനി മുന്നോട്ട് കൊണ്ടുപോകണം എന്നത്. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് ഒരുപാട് അവരുടെ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നുണ്ടാകാം, ഒരുപാട് നിങ്ങളുടെ സമയം കൊടുക്കുന്നുണ്ടാകാം. അതായത് നിങ്ങൾ പ്രകടിപ്പിക്കുകയാണ് പലതരത്തിലും നിങ്ങളുടെ ഒരു പ്രണയം എന്നൊരു കാര്യം. പക്ഷേ ആ ഭാഗത്തു നിന്നും തിരിച്ച് നിങ്ങളെ ഗൗനിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ പണവും സമ്മാനങ്ങളും ഒക്കെ അവർക്ക് വേണം, പക്ഷെ നിങ്ങളെ തീരെ ഗൗനിക്കുന്നില്ല, ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ദൂരെ മാറി നിന്ന് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ റിലേഷൻഷിപ്പിനെ ഇത് കാര്യമായി ബാധിക്കുന്നതാണ്. അതുപോലെ ദശാകാലങ്ങളാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. ചിലർക്ക് ഇത് പഴയ പ്രണയിനി അല്ലെങ്കിൽ പഴയ കാലത്തുള്ള ആ ഒരു സ്നേഹബന്ധം ഒക്കെ ഒന്ന് അയവിറക്കുന്ന സമയമായിരിക്കാം. ചിലർക്ക് തീർച്ചയായിട്ടും കേതുവിൻ്റെ ദശാകാലം, കേതുവിൽ ശുക്രൻ്റെ അന്തർദശകളൊക്കെ വരുമ്പോൾ ഇവരുമായിട്ട് ഈ ഗോചരത്തിലെ ശുക്രനുമായിട്ട് ത്രികോണ സംബന്ധം വരുമ്പോഴൊക്കെ തീർച്ചയായിട്ടും അവരെ കണ്ടുമുട്ടാനായിട്ട് അല്ലെങ്കിൽ പഴയകാല ഓർമ്മകൾ അയവിറക്കാനായിട്ടൊക്കെ ഒരു സമയം വരുന്നതായിരിക്കും. പലർക്കും മാർക്കറ്റിംഗ് ഫീൽഡിലും അതുപോലെ സിനിമ, സംഗീതം, അതായത് മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, ഗ്ലാമറസ് ഫീൽഡിലുള്ളവർക്ക്, ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക്, എഴുത്തുകാർക്ക് ഒക്കെ നേരത്തെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ഒരു അവസരം വീണ്ടും നിങ്ങളെ തേടി വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺടാക്ട്സിലൂടെ അവസരങ്ങൾ തേടാനുള്ള സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ അവസരമില്ലാതിരിക്കുകയാണ്, പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അവസരം ആവശ്യമാണ്. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഗോചര സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കണക്ഷൻസിനെ സമീപിക്കാവുന്നതാണ്. എനിക്ക് ഇങ്ങനെയുള്ള അവസരം ലഭിച്ചെങ്കിൽ നന്നായിരുന്നു എന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വക്രഗതിയിലുള്ള ശുക്രൻ എന്നത് ഒരു പുനർവിചിന്തനം നടത്തിപ്പിക്കും. നേരത്തെ നിങ്ങൾ റിജക്റ്റ് ചെയ്ത പ്രോജക്റ്റിലേക്ക് നിങ്ങളെ തിരിച്ചെടുക്കുക, നിങ്ങളെ തിരിച്ചു വിളിക്കുക. അതൊക്കെ നമ്മുടെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ്. ഓരോ ജാതകത്തിലും ആ ഒരു കർമ്മഫലം എങ്ങനെയാണ് മാനിഫെസ്റ്റ് ആവുന്നത്, നിങ്ങൾ ഇന്ന കർമ്മം ഇപ്പോൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുണ്ടോ, അത് ദശാകാലമാണ് പറയുന്നത്, നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹമാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത്തരം അവസരങ്ങൾ വരാനും അതുപോലെ നിങ്ങൾ ദീർഘകാലമായിട്ട് വന്ന ഒരു അവസരത്തെ സ്വീകരിക്കാതിരുന്നിട്ട് അത് നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. ഒരു കാര്യം എന്നത്, മീനത്തിലെ ശുക്രൻ എന്നത് സമർപ്പണ മനോഭാവമാണ്, പരിപൂർണ ഭക്തിയാണ്, ഡെഡിക്കേഷനാണ്, വിശ്വാസമാണ്, പങ്കാളിയോടുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് അതുകൂടി കാണിക്കും. നിങ്ങൾക്ക് അവസരം തരും നിങ്ങളുടെ പങ്കാളിയോടുള്ള കർത്തവ്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട്, ആ സമർപ്പണ മനോഭാവം കാണിക്കാനായിട്ടുള്ള അവസരവും തരും, അത് ഉപയോഗിക്കേണ്ടതുമാണ്. അതേസമയം നമുക്ക് മനസ്സിലാക്കാനും കഴിയും പങ്കാളി നമ്മളോട് എത്രമാത്രം സമർപ്പണ മനോഭാവമുണ്ട്, എന്താണ് നമ്മുടെ വില അവരുടെ ജീവിതത്തിൽ,
അതും മനസ്സിലാക്കി തരുന്നൊരു ഗോചരമാണ്. ഒരു ഉച്ചരാശിയിൽ വക്രഗതിയിലുള്ള ശുക്രൻ എന്നത് പണത്തിൻ്റെ വില, പ്രണയത്തിൻ്റെ വില, സ്നേഹത്തിൻ്റെ വില, നമ്മുടെ വില എന്നത്, ഒരു വ്യക്തിയുടെ മൂല്യം എന്നത് ആ വ്യക്തിയുടെ ജാതകത്തിൽ ശുക്രനാണ് പറയുന്നത്. അപ്പോൾ ശുക്രൻ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഒരു മൂല്യമുണ്ടാകും. ചില ആൾക്കാരുടെ ഫേസ് വാല്യൂ, ചില ആൾക്കാരുടെ നമുക്ക് കാണണമെങ്കിൽ അവരുടെ അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ ആ ഒരു വാല്യൂ എന്നത് ശുക്രനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പലതും മനസ്സിലാക്കി തരും. നിങ്ങളുടെ വാല്യൂ, നിങ്ങൾ സമീപിക്കുന്ന ആൾക്കാരുടെ വാല്യൂ മനസ്സിലാക്കി തരും. ഈ ഒരു ഗോചര സമയത്ത് സന്താനങ്ങളില്ലാത്ത ആൾക്കാരാണെങ്കിൽ ട്രീറ്റ്മെൻറ്റിലൂടെ അതിനെ ശ്രമിക്കാവുന്നൊരു സമയം കൂടിയാണ്. സന്താനോൽപത്തിയെക്കുറിച്ച് എന്തൊക്കെ മോഡേൺ ആയിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്, എന്തൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്യാം, അതിൽ ശരിക്കും രാഹുവിൻ്റെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഇത് IVF ആണെങ്കിലും അതുപോലെ സറോഗേസി ഒക്കെ ആണെങ്കിലും ഗർഭപാത്രം വാടകയ്ക്ക് എടുത്തിട്ട് അങ്ങനെയുള്ള രീതികളാണെങ്കിലും, അതായത് വ്യത്യസ്ത മാർഗങ്ങൾ, മോഡേൺ ആയിട്ടുള്ള അപ്രോച്ച് ഈ ഒരു സന്താനോൽപത്തിയെപ്പറ്റി അങ്ങനെ ചിന്തിക്കുന്നതുമായിരിക്കും. പലതരത്തിൽ ഇവിടെ നമ്മൾ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങൾ തീർക്കേണ്ടതുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് പണം ചോദിച്ചിട്ട് വരുന്നതായിരിക്കാം, പണം കൊടുക്കേണ്ടതായിട്ട് വരിക, ചില കാര്യങ്ങൾ തിരിച്ചു കിട്ടില്ല. ഇതിൽ നിങ്ങൾ ചില ആൾക്കാർക്ക് സ്നേഹം, സന്തോഷം, അതുപോലെ പണം ഇതൊക്കെ കൊടുത്താലും തിരിച്ചു കിട്ടുമെന്ന ഒരു പ്രതീക്ഷ വേണ്ട. ശുക്രൻ ഈ ഒരു രാശിയിൽ വക്രഗതിയിലാവുമ്പോൾ നമ്മൾ ചെയ്തു തീർക്കുന്ന കർമ്മങ്ങൾ എന്നത് ഒരു എൻഡ് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങളിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഒരാളോടുള്ള കടപ്പാട് തീർക്കണമെങ്കിൽ, അതായത് ഒരു ഡിവോഴ്സ് പോലെയുള്ള കാര്യത്തിലേക്ക് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ, ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ചു, പക്ഷേ ഇനി രണ്ടുപേർക്കും ശരിയാവുന്നില്ല, ഈ ഒരു കൊടുക്കൽ വാങ്ങലുകൾ അവസാനിപ്പിക്കണം, ഈ ഒരു ബന്ധം അവസാനിച്ചിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യവും ഈ ഒരു ഗോചരം സൂചിപ്പിക്കുന്നതാണ്. ഇത് തന്നെ പാസ്റ്റ് ലൈഫിൽ നിന്ന് ഒരാൾ വരാനും സാധ്യതയുണ്ട്. വീണ്ടും ഒരു പ്രണയബന്ധം, വീണ്ടും പഴയ ഒരാൾ തിരിച്ചു വരാൻ, അതായത് നിങ്ങളുടെ ദശാകാലത്തിനനുസരിച്ചിട്ട് പലരുടെയും ജീവിതത്തിലേക്ക് പഴയ പങ്കാളി തിരിച്ചു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ ഒരു ശുക്രൻ്റെ ഈ ഒരു വക്രഗതി എന്നത് പലതിനും തുടക്കം കുറിക്കുന്നതായിരിക്കും. കാലങ്ങൾക്കനുസരിച്ചിട്ടാണ് അനുഭവങ്ങൾ വരുന്നത്. അപ്പോൾ ചിലർക്ക് ചെറിയ അനുഭവങ്ങളായിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ ഒരു സീഡ്, അതിൻ്റെ ഒരു വിത്ത് പാകുന്ന സമയമായിരിക്കും ഒരു പഴയ സുഹൃത്ത് ജീവിതത്തിലേക്ക് വരുന്നത്. പിന്നീടുള്ള ഇവൻറ്റ്സ് എന്നത് അടുത്ത ദശാകാലങ്ങളിലേക്കായിരിക്കും അത് നടക്കാൻ പോകുന്നത്. അപ്പോൾ ധനപരമായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ വീട്, വാഹനം, പ്രോപ്പർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളിലെ നേട്ടങ്ങളും ശുക്രന് കൊണ്ടുതരാൻ കഴിയും. ഇവിടെ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ദീർഘകാലമായിട്ട് നിങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു, പക്ഷെ നടക്കുന്നില്ല. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ ഈ വക്രഗതിയിലുള്ള ശുക്രൻ ഇതും കൊണ്ടുതരാൻ കഴിയുമെന്നാണ്. അതാണ് പറയുന്നത്, ഇത് ഇങ്ങനെയുള്ള ഗോചരങ്ങൾ, ഉച്ചത്തിലായിട്ടുള്ള ശുക്രൻ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അതിനൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. അതൊരു കാര്യം പൂർത്തിയാക്കാനാണ് വന്നത്. ചില കാര്യങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാനാണ് അത് വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. ചില വ്യക്തികൾ ജീവിതത്തിൽ നിന്ന് അകന്നു പോയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് നിന്ന് പണം വാങ്ങിക്കൊണ്ടുപോയിട്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങളുടെ എവിടെയെങ്കിലും മുടങ്ങിപ്പോയിട്ടുള്ള ഒരു പണം, ഒരു എമൗണ്ട് തിരിച്ചു കിട്ടാനുള്ളത് അത് തിരിച്ചു വരുന്നതായിരിക്കാം. അതായത് ഇത് ഇങ്ങനെയുള്ള ഗോചരങ്ങൾ എന്നത് ശരിക്കും നിങ്ങളുടെ ആ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ് ഫലം തരുന്നത്. ഇപ്പോൾ പലരും വീട് മോടി പിടിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുന്നതായിരിക്കും. വാഹനത്തെ സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ, അതിനെ റിപ്പയർ ചെയ്യിക്കാനോ മാറ്റി വാങ്ങാനോ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയും ചിന്തിക്കുന്നതായിരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ശുക്രൻ ദേവിയെ കൂടി സൂചിപ്പിക്കുന്നു. ശുക്രൻ ലക്ഷ്മിയെ കൂടി സൂചിപ്പിക്കുന്നു. അനന്തശയനായ നാരായണൻ്റെ കാൽപാദത്തിനടുത്തിരിക്കുന്ന ക്ഷീരസാഗരത്തിൽ ഉള്ള ആ മഹാലക്ഷ്മിയെ കൂടി സൂചിപ്പിക്കുന്നു. സമർപ്പണ മനോഭാവത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പലർക്കും നിങ്ങൾ മുന്നേ പറഞ്ഞു വെച്ച പ്രാർത്ഥനകൾ അത് പൂർത്തിയാക്കാനുള്ള സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുലദൈവങ്ങളുമായിട്ടോ ഗ്രാമദേവതയുമായിട്ടോ പിതൃക്കളെ സംബന്ധിച്ചുള്ളതോ അതുപോലെ ഏതെങ്കിലും ദേവതകൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഭക്തിയോട് കൂടി ഒരു സമയത്ത് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു, പക്ഷെ പൂർത്തിയാക്കാൻ പറ്റിയില്ല, അത് പൂർത്തിയാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കുക, നിങ്ങൾ നേരത്തെ പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മൾ വ്യക്തികളോടും എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഞാൻ എന്നത് തരാമെന്നത്, അതും പൂർത്തിയാക്കുക. എല്ലാം, അതായത് കടബാധ്യതകൾ എന്നത് മോക്ഷത്തിൻ്റെ രാശിയിലാണ്, മുക്തിയുടെ രാശിയിലാണ്. എല്ലാം കൈവിട്ട് നമ്മൾ മുന്നോട്ട് മുക്തിയിലേക്ക് നയിക്കുന്ന ആ രാശിയിൽ നമ്മളൊന്നും ബാക്കി വയ്ക്കാറില്ല. അപ്പോൾ ശുക്രനെ പോലുള്ളൊരു ഗ്രഹം അവിടെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ
പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ, വാക്ക് പൂർത്തിയാക്കാൻ, കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാനുള്ള സമയമാണ്. അതായത് കാര്യങ്ങൾക്ക് ഒരു എൻഡ്, ഒരു അവസാനം കണ്ടെത്താനുള്ള സമയം കൂടിയാണ്. അത് വ്യക്തിബന്ധങ്ങളാവാം. ചില തന്നെ ഇവിടെ ആരാധനകൾക്ക് ഒരു ചിട്ടയോടുകൂടി ഒരു സാധന ചെയ്യുന്നത്, ഒരു ആരാധന ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്, അതായത് നന്ദി അറിയിക്കാനുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് നന്ദി അറിയിക്കാനുള്ള സമയമാണ്. തീർച്ചയായിട്ടും അതായത് ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച സന്തോഷങ്ങൾക്ക്, ഐശ്വര്യത്തിന്, സമാധാനത്തിന്, എല്ലാത്തിനും നന്ദി പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു കൃതജ്ഞത, ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ് അറിയിക്കേണ്ട സമയമാണ് ദൈവത്തോട്. അപ്പോൾ കൂടുതൽ ഈ ഒരു സമയത്ത് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഉള്ളതിനെല്ലാം നന്ദി പറയുക. പലപ്പോഴും നമുക്ക് ഇല്ലാത്തതിനെ പറ്റിയേ നമ്മൾ ചിന്തിക്കൂ. എനിക്ക് അസുഖമാണ്, എനിക്ക് കടമാണ്, അല്ലെങ്കിൽ എനിക്ക് അവസരങ്ങളില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലുള്ള ജോലിയല്ല എനിക്ക്. അങ്ങനെ നമുക്ക് കുറവുകളെ പറ്റിയേ തോന്നുള്ളൂ. പക്ഷേ ഈ ഒരു സമയം എന്നത് നമുക്ക് എന്തൊക്കെ ഉണ്ട്. നമുക്ക് വിശക്കുമ്പോൾ ആഹാരം ലഭിക്കുന്നുണ്ട്, സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്, ശുദ്ധവായു, വെള്ളം ഇതൊക്കെ ലഭിക്കുന്നുണ്ട്, അത്യാവശ്യം കഴിഞ്ഞു പോകാനുള്ള ഒരു ജോലിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, സന്താനം, നമ്മുടെ കൂടെ കുടുംബമുണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എത്രമാത്രം ഇവിടെ ഈ ഒരു ഗോചര സമയത്ത് നമ്മൾ നന്ദി പറയുന്നുവോ നിങ്ങളുടെ ഇഷ്ടദൈവത്തോട്, അത്രയും കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഉള്ളതിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ജാതകത്തിൽ ശുക്രൻ നല്ലതാവുന്നതിൻ്റെ ഒരു ലക്ഷണം എന്നത് തന്നെ നമ്മൾ കൊടുക്കാൻ പഠിക്കുമെന്നതാണ്. അവർക്കതുകൊണ്ട് അത്രയും ഉണ്ടാകും. അതുപോലെ അവരുടെ ഒരു വാല്യൂ എന്നത് അവർക്കറിയാം. ഇന്നതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ, ഞാൻ ഇത്ര ഡിസേർവ് ചെയ്യുന്നു, ഇതാണ് എനിക്ക് വേണ്ടത്, ഞാൻ ഡിസേർവ് ചെയ്യുന്നത്, ഇതാണ് എൻ്റെ ബിസിനസ്, പക്ഷേ എൻ്റെ പ്രോഡക്റ്റിന് ഞാൻ ഈ വില കൽപ്പിക്കുന്നു, ഇതാണ് എൻ്റെ ക്വാളിറ്റി, ഇതാണ് എൻ്റെ എലിജിബിലിറ്റി. അത് പറഞ്ഞിട്ട് ആ ഒരു റേറ്റിലാണ് അദ്ദേഹം വ്യാപാരം ചെയ്യുന്നതെങ്കിൽ, അതുപോലെ ദാനവും ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശുക്രൻ വളരെ നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശുക്രൻ എവിടെ ഇരുന്നാലും ശുക്രൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. ആ സ്വന്തം വാല്യൂവും അവർക്ക് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ സമൂഹത്തിലേക്ക് കൊടുക്കുകയും ചെയ്യും, ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇത് തന്നെയാണ് സ്നേഹത്തിൻ്റെ കാര്യത്തിലും. എത്രമാത്രം നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹം കൊടുക്കുന്നുവോ അത്രയും നമുക്ക് സ്നേഹം ലഭിക്കുന്നതുമാണ്. ഇവിടെ ശുക്രൻ, വക്രഗതിയിലുള്ള ശുക്രൻ നിങ്ങളെ പഠിപ്പിക്കുന്നതും ആ ഒരു പിടിച്ചു കെട്ടിയിടാത്ത സ്നേഹമാണ്. ആ ഒരു പൊസസീവ്നെസ് ഇല്ലാതെ പങ്കാളിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന, അംഗീകരിക്കപ്പെടുന്ന ഒരു ബന്ധം, അതിനെയാണ് ഇവിടെ ശുക്രൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ അഭിരുചികൾ, അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അഭിപ്രായം എല്ലാത്തിനും വില കൽപ്പിച്ചുകൊണ്ട് സംശയമില്ലാതെ ആ ഒരു ഫ്രീഡം ഉള്ള ബന്ധങ്ങളിൽ എപ്പോഴും ആ പങ്കാളി കൂടെ തന്നെ ഉണ്ടാകും. എത്രമാത്രം കെട്ടിയിടാൻ നോക്കുന്നുവോ, റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നുവോ, പൊസസീവ്നെസ് കാണിക്കുന്നുവോ അത്രയ്ക്കും മാനസികമായിട്ടുള്ള അകൽച്ചകളും വരുന്നതാണ്. അപ്പോൾ ശുക്രൻ ഇവിടെ കുറച്ച് ടൈം പീരീഡിലാണെങ്കിലും ഉച്ചരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് ഏത് ഭാവത്തിലാണിത് നടക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് ചില പാഠങ്ങൾ നമുക്ക് പഠിപ്പിക്കും. അത് ചിലർക്ക് മൈന്യൂട്ട് ലെവലിലായിരിക്കും ദശാകാലങ്ങൾക്കനുസരിച്ച്, പക്ഷെ ചിലർക്കത് വളരെ ഹെവി ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരും. പഴയകാല പാർട്ട്ണർ വരിക, അല്ലെങ്കിൽ ഡിവോഴ്സായി കഴിഞ്ഞ ശേഷം ആ വ്യക്തി വീണ്ടും ജീവിതത്തിലേക്ക് വരിക, ജീവിത പങ്കാളിയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ പറ്റുക, അങ്ങനെയുള്ള മേജർ ഇവൻറ്റ്സും ലൈഫിൽ വരാം. അതുപോലെ കരിയറിലാണെങ്കിലും. അപ്പോൾ ഇത് കരിയർ വൈസ് നോക്കുമ്പോൾ വളരെയധികം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സിലക്റ്റീവ് ആകാനുള്ള അവസരമില്ല. പ്രത്യേകിച്ച് ഈ മോക്ഷരാശിയിൽ, ആധ്യാത്മികതയുടെ രാശിയിൽ, ഗുരുവിൻ്റെ ആശ്രമത്തിൽ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന, സമർപ്പണത്തെ സൂചിപ്പിക്കുന്ന, ക്രിയേഷനെ സൂചിപ്പിക്കുന്ന ശുക്രൻ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരുപാട് സിലക്ഷൻ ഇല്ല. ഇവിടെ നമ്മൾ അങ്ങനെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു രാശിയുമല്ല, ഒരു ഗ്രഹവുമല്ല. അത് ശരിക്കും ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന, വൈകാരികമായിട്ട് ചിന്തിക്കുന്ന ഒരു ഗ്രഹമാണ്. രാശിയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ പലപ്പോഴും വൈകാരികമായിട്ട് ഡിസിഷൻ എടുക്കാനും സാധ്യതയുണ്ട്. വൈകാരികമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നതും. അതിൽ നമുക്ക് കൺട്രോൾ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ആരാണോ വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നത്, പ്രത്യേകിച്ച് സ്നേഹബന്ധങ്ങളുടെ കാര്യത്തിൽ, അതായത് പുതിയ വിവാഹാലോചനകളൊക്കെ നടക്കും, പെട്ടെന്ന് ജീവിതത്തിലേക്ക് ഒരു പ്രണയിനി വരികയാണ്, അവരുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ ലോജിക്കലി ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് അത് ബുദ്ധിമുട്ട് കൊണ്ടുതരും. കാരണം ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ ലോജിക്കല്ല പ്രവർത്തിക്കുന്നത്. ഇവിടെ ആ ഒരു ആത്മാർത്ഥതയും സമർപ്പണ മനോഭാവമാണ്. അതുകൊണ്ട് ഇവിടെ
സാമ്പത്തികം, ക്വാളിഫിക്കേഷൻ, ജാതി ഇതൊക്കെ നോക്കിയിട്ട് പ്രണയിക്കാം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയുമായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ പ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് ജാതകത്തിൽ ഗ്രഹങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഫലം വരുന്നത്. ഈ പറഞ്ഞ രീതിയിലുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഓരോ ഭാവത്തിൽ വരുമ്പോൾ. അപ്പോൾ നമുക്കിതിനെ ദൂരെ നിന്നൊന്ന് വീക്ഷിക്കാവുന്നതാണ്, ഒന്നിതിനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.